ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമഹാഭാഗവതം പഞ്ചമസ്കന്ധം ജംബുദ്വീപവർണ്ണനം തുടർച്ച. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശാൽമലദ്വീപമതു ചുരന്നു പറന്നെഴും ചൊല്ലെഴും സുരാംബുധി വിസ്താരം 4 ലക്ഷം യോജനയതിൻ പുറമായതു കുശദ്വീപം. യോജന ലക്ഷമതു മിട്ടുണ്ടു പരപ്പെടോ. അവിടെയൊരു കുശസ്തംഭമുണ്ടഗ്നി പോലെ, അതിൻ്റെ തേജസ്സുകൊണ്ടദ്ദിക്കു വിളങ്ങുന്നു. അതിനാൽ കുശദ്വീപമതിന്നു പേരായി വന്നു. മതിമാനായ ഭവാനകമേ ധരിച്ചാലും അവിടേക്കധിപതി ഹിരണ്യരേതാവു കേളവനുമേഴു പകുത്തേഴു പുത്രർക്കു നൽകി. പേരുകൾ വസുവ സുദാനവും ദൃഢരുചി പാരഴും. നാഭിഗുപ്തമങ്ങേതു സ്തുത്യവ്രതം വിവിക്തം വാമദേവമെന്നിവ വർഷങ്ങൾ പോൽ. ചതുശൃംഗവും ചക്രം കപിലം ചിത്രകൂടം ദേവാനീകവുമൂർധരോമാവും ദ്രവിണവും കേവലം സേതുശൈലമേടിതെന്നറിഞ്ഞാലും. രസകുല്യയും മധുകുല്യയും മിത്രവിന്ദ ശ്രുതവിന്ദയും ദേവഗർഭയും ഘൃതച്യുത മന്ത്രമാലയുമിവ നദികളേഴാകുന്നു. സന്തതം കുശലന്മാർ കോവിദന്മാരും പിന്നെ അഭിയുക്തന്മാർ കുശലന്മാരെന്നിവനാലും അഭിധാനങ്ങൾ വർണ്ണങ്ങൾക്കുമെന്നറിഞ്ഞാലും. കർമ്മകൗശലങ്ങൾ കൊണ്ടവരുമഗ്നിമയ ധർമ്മദേവനെ തന്നെ യജിച്ചു ഭജിക്കുന്നു. അതിനു പുറം ചുഴന്നിരിക്കും ഘൃതാംബുധി. അതുമുണ്ടെട്ടു ലക്ഷം യോജന പരപ്പെടോ. അതിനപ്പുറം ക്രൗഞ്ചദ്വീപെന്നു ധരിച്ചാലും അതു വിസ്താരം 16 ലക്ഷം യോജന. അവധിക്രമേണ വാച്ചിരിക്കും അവയെല്ലാം. അവിടെ ക്രൗഞ്ചമെന്ന പർവ്വതമാകുന്നതും അചലമതു സുബ്രഹ്മണ്യൻ്റെ ശക്തിയേറ്റിട്ടതിപീഡിതമായിട്ടിരിപ്പൊന്നെന്നാകിലും. ക്ഷീരസാഗരത്തിലെ വാരികൊണ്ടനുദിനം വാരിധിനാഥൻ നനച്ചാവോളം രക്ഷിക്കയാൽ പീഡ കൂടാതെ മരുവിന്നിതു ധരാധരം. പാഠമായി ക്രൗഞ്ചദ്വീപെന്നതിനാൽ ചൊല്ലിയിടുന്നു. അദ്വീപിന്നധിപതിയായതു ഘൃതപൃഷ്ഠൻ പുത്രർക്കു പകുത്തുതാനൊക്കവേ കൊടുത്താൻ പോൽ. ആമവും മധുരുഹം മേഘപൃഷ്ടവും കേൾ സുധാമവും ഭ്രാജിഷ്ഠവും ലോഹിതാർണസും ദധാ. പിന്നേതു വനസ്പതി വർഷമിവയേഴും എന്നതുപോലെ ശുക്ലം വർദ്ധമാനവും ചെമ്മേ. ഭോജനമുപബർഹണാഖ്യവും നന്ദമെന്നും നന്ദനമെന്നും പിന്നെ സർവതോ ഭദ്രമെന്നും. സേതുശൈലങ്ങളഭയാമൃതൗഘാര്യകയും സേതുശൈലങ്ങളഭയാമൃതൗഘാര്യകയും പൂതയാം തീർത്ഥവതി വൃത്തിരൂപവതിയും ശുക്ലയും പവിത്രവത്യാഖ്യയുമേഴു നദി. മുഖ്യന്മാർ പുരുഷരും വൃഷഭദ്രവിണന്മാർ ദേവകന്മാരുമിവ വർണ്ണങ്ങളറിക. ഭൂദേവാദി ചതുർവർണ്ണമിവിടെ എന്ന പോലെ. ചിന്മയനായ ഭഗവാനെ നാരായണനെ അഞ്ജലി കൊണ്ടു സേവിച്ചിടുന്നിതവർകളും. അങ്ങനെയുള്ള മഹാക്രൗഞ്ചദ്വീപത്തെ ചുറ്റിപ്പൊങ്ങി നിന്നെഴും ക്ഷീരവാരിധി വിളങ്ങുന്നു. വിസ്താരമതു 16 ലക്ഷം യോജന. ചിത്രമായതിമ്പുറം
ശാഖദ്വീപതു പിന്നെ 32 ലക്ഷം യോജന വിസ്താരവും മുൽപ്പാടിങ്ങനുക്രമാൽ വർദ്ധിച്ചു വരും താനും. ശാഖമെന്നൊരു വൃക്ഷ സൗരഭ്യം പരന്നുള്ളതാകയദ്വീപമതുമൂലമായതു നാമം. അവിടേക്കധിപതിയായുള്ള മേധാതിഥി അവനീം സുതന്മാർക്കു പകുത്തു നൽകിയിടിനാൻ നാമങ്ങൾ. പുരോജവവും മനോജവമങ്ങേ ഭൂമികൾ പരമാനധൂമ്രാനീകവും പിന്നെ പാരതു ചിത്രരേഭം ബഹുരൂപവും വിശ്വദ്ധാരവും ഇവ 7 വർഷങ്ങളാകുന്നതും. കേവലമധിപതികൾക്കു പുല്ലിംഗങ്ങളുമായി വരും അഭിധാനമെന്നത്രേ ഭേദമുള്ളു. ഈശാന മുരുശൃംഗം ബാലഭദ്രവും ശതകേസരം സഹസ്രശ്രോത ദേവപാലം പിന്നെ സേതുശൈലങ്ങൾ മഹാനസമെന്നിവ 7 ചേതസാ തെളിഞ്ഞു കേട്ടിടുക പുനരിന്നും. നദികൾ അനഘയുമായുർദയെന്നുമങ്ങേതുഭയ പൃഷ്ടിയെന്നുമരാ ഉമപരാജിതയെന്നും. പിന്നേതു പഞ്ചപതി സഹസ്രശ്രുതി അങ്ങേതുന്നത നിജധൃതിയെന്നുമേഴറിഞ്ഞാലും. വർണ്ണങ്ങൾ ഋതവ്രതന്മാർ സത്യവ്രതന്മാരും പിന്നേതു ദാനവ്രതന്മാരനുവ്രതന്മാരും എന്നിവർ വായുന്മകനാകുന്ന ഭഗവാനെ തന്നെ സേവിപ്പു യമനിയമാദികളാലെ. ശാഖദ്വീപതു ചുഴന്നിരിക്കും നിത്യം ദധിസാഗരം ദിശോടർച്ചലക്ഷം വിസ്താരത്തൊടും. നീളയങ്ങതിൻപുറം പുഷ്കരദ്വീപമതു കേള64 ലക്ഷം യോജന തന്നെ വിസ്താരമവിടെ പൊന്മയമായിരിപ്പൊരു പത്മമുണ്ടല്ലോ 10,000 ഇതളൊടും. ബ്രഹ്മാവിന്നിരിപ്പതിന്നടുവിലാകുന്നിതു. തന്മൂലം പുഷ്കരദ്വീപെന്നു പേരുണ്ടായി വന്നു. അദ്വീപിൻ മധ്യേയൊരു സേതുപർവ്വതം മാനസോത്തരമെന്നുണ്ടല്ലോ ലോകൈക പ്രസിദ്ധമായി. ഉയരമതു 10,000 യോജന പോൽ ഉയരത്തോളം തന്നെ പരപ്പുമുണ്ടു നൂനം. 4 ദിക്കിലും ലോകപാലന്മാർ 4 ഓരോന്നങ്ങതിന്മുകൾ തന്നിൽ. അങ്ങനെയുള്ള മഹാമാനസോത്തരത്തിന്മേൽ എങ്ങുമേ പെരുമാറുമാദിത്യരഥചക്രം. എങ്ങനെ അറിയുന്നു മായതൻ മഹിമകൾ ഇങ്ങനെയുണ്ടു കാണാകുന്നിതു ലോകങ്ങളിൽ. പിന്നെയദ്വീപിന്നധിപതിയാം വീതിഹോത്രൻ തന്നുട രമണകനാകിയ തനയനും ധാതതിയാകും പുത്രൻ തനിക്കുമൊപ്പമൊപ്പം പാതി വെവ്വേറെ പകുത്തോരോന്ന് നൽകിയിടിനാൻ. അവിടെ ബ്രഹ്മാത്മകനാം ഭഗവാനെ മുക്തി ശിവസാധനമാകുമക്കർമ്മം കൊണ്ടു തന്നെ ഭക്തിയോടിരുന്നു സേവിക്കുന്നു സകലരും. പുഷ്കരദ്വീപത്തെയും ചുഴന്നു മരുവുന്നു. ശുദ്ധകീലാലാശയമത്യന്തമതുമുണ്ടു പുഷ്കരദ്വീപത്തോടും വിസ്താരമനുക്രമാൽ. അതിനുപുറം ലോകാലോക പർവ്വതത്തോളം പ്രതികാഞ്ചനഭൂമി മാനസവിമോഹനം. ആദിത്യാദികളുടെ രശ്മികളെല്ലാമൊക്കെ സാദരം ലോകാലോകത്തിനകത്തടങ്ങിയിടും. ഔവണ്ണം വട്ടം കൂടിയുയർന്നോന്നതു പാർത്താൽ 50 കോടി തന്നെ യോജന വിസ്താരമാം. ഇക്ഷോണീ മണ്ഡലത്തിൽ 4 ശിക്ഷയാ ലോകാലോകത്തിനകമെന്നു നൂനം. അങ്ങനെയുള്ള ലോകാലോകമാം ഗിരീന്ദ്രന്മേൽ അങ്ങഹോ ചതുർമുഖൻ തന്നുട നിയോഗത്താൽ 4 ദിക്കിലും 4 ദിഗ്ഗജവരന്മാരും
ആലംബഭൂതന്മാരായി നിൽക്കുന്നോരെന്നു കേൾപ്പു. നാമങ്ങൾ ഋഷഭനും പുഷ്കരചൂടനെന്നും വാമനനെന്നും അപരാജിതനെന്നും തന്നെ ഈ വണ്ണം ഭൂവിസ്താരമൊട്ടൊട്ടു ചൊല്ലിപ്പിന്നെ കേവലം സ്വർലോകവും വിസ്താരം തത്തുല്യം പോൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.